ഈ നാർസിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ സ്വഭാവം നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് നോക്കിയാൽ നമുക്ക് അവരെ വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ പറ്റും. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും സ്വന്തം കാര്യം മാത്രമേ ചിന്തിക്കൂ. അതുമാത്രമല്ല അവർ പറയുന്നത് എപ്പോഴും ശരിയാണെന്ന് അവർ കരുതും. നമ്മൾ പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് കാണിച്ചാലും അവരത് സമ്മതിച്ച് തരില്ല. അതിനെ ട്വിസ്റ്റ് ചെയ്ത് അവർ പറഞ്ഞതാണ് ശരിയെന്ന് എപ്പോഴും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമതായിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ അവർക്ക് എപ്പോഴും വേണം. അവർക്ക് എപ്പോഴും ഒരു അപ്രിസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കണം. അവരെ പ്രശംസിക്കാത്തവരുമായിട്ട് അവർ കുറച്ച് അകൽച്ച വയ്ക്കും, അവരെ വേദനിപ്പിക്കുകയും ചെയ്യും. പക്ഷേ അവരെ നന്നായി എന്ന് പറയുന്ന ആളുകളോട് അവർ കൂടുതൽ അടുപ്പം കാണിക്കും. അതുപോലെ അവരെ കുറച്ച് കൂടുതൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നോക്കും. ഇനി മൂന്നാമത്തെ ഒരു ഫീച്ചർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്, ലാക്ക് ഓഫ് എമ്പതി. അതായത് നമുക്കൊട്ടും ഒരു സഹാനുഭൂതി ഇല്ല. അതായത് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. മറ്റുള്ളവരുടെ ദുഃഖമാണെങ്കിലോ വിഷമമാണെങ്കിലോ ഇതൊട്ടും മനസ്സിലാക്കാൻ പറ്റില്ല. കരുണയൊന്നും അവരുടെ മനസ്സിലോട്ടേ വരില്ല. അടുത്തത് ആവശ്യമില്ലാത്ത കൺട്രോൾ. അതായത് എല്ലാം എൻ്റെ കയ്യിൽ വരണമെന്നുള്ളൊരു തീരുമാനം. എല്ലാ തീരുമാനങ്ങളും ബന്ധങ്ങളും വസ്ത്രധാരണമാണെങ്കിലും എല്ലാ കാര്യവും അത് ഞാൻ ഉദ്ദേശിച്ചതുപോലെ മാത്രമേ നടക്കാവൂ എന്നുള്ളൊരു ഇതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും അവർക്ക് കുറ്റമുണ്ടെന്ന് സമ്മതിക്കില്ല. അതായത് എന്തെങ്കിലും ഒരു കുറ്റം കാണിച്ചു കൊടുത്താലും അല്ലെങ്കിൽ തെറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താലും അവരൊരിക്കലും സമ്മതിച്ചു തരില്ല. ഒരിക്കലും ഒരു സോറി പറയുകയോ അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്ന് സമ്മതിച്ചു തരികയോ ഒന്നും ചെയ്യില്ല. ആറാമത്തെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു മാനിപ്പുലേറ്റീവ് പെരുമാറ്റം എന്നാണ്. മാനിപ്പുലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ വളച്ചൊടിക്കും. അവർക്ക് കുറ്റബോധവും അതുപോലെ തന്നെ ഒരു കരുണയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ട രീതിയിൽ അവർ ആ ഒരു സന്ദർഭത്തിനെ തന്നെ മാറ്റും. അവർക്ക് വേണ്ട രീതിയിൽ അവരതിനെ മാറ്റും. ഇനി നാർസിസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുക എന്നുള്ളതാണ്. നിന്നെ കൊണ്ടൊരു കാര്യമില്ല, അപ്പുറത്തെ വീട്ടിലെ അവരെ നോക്കിക്ക്, നിന്നെ കൊണ്ടൊരു കാര്യമില്ല, ആ വീട്ടിലെ കാര്യം നോക്കിയെന്ന് പറഞ്ഞ് ഇങ്ങനെ പെൺസുഹൃത്താവാം, ചിലപ്പോൾ ബന്ധുവാവാം, റിലേറ്റീവ് ആവാം, അല്ലെങ്കിൽ കസിൻ ആവാം, അവരെങ്ങനെ വെച്ച് കമ്പയർ ചെയ്ത് മോശമാക്കിക്കൊണ്ടേയിരിക്കുക. അടുത്തൊരു പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ക്രിറ്റിസിസം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും ഒരാൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ അറ്റാക്ക് ആയിട്ട് അതിനെ കാണും. അപ്പോൾ ആരെങ്കിലും പറയുവാണ് നീ ചെയ്തത് തെറ്റാണ്, നീ പറഞ്ഞ ശരിയായില്ലെന്ന് പറഞ്ഞാൽ അത് സ്വന്തമായിട്ട് ഹർട്ടായിട്ട് അവരെ ക്രിട്ടിസൈസ് ചെയ്തതുപോലെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർ വൈരാഗ്യ ബുദ്ധത്തോടെ അവരോട് ചെയ്യുക. കാരണം അവർക്ക് എന്താ വേണ്ടത്? എപ്പോഴും പ്രശംസ വേണം. അവർക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഒരിക്കലും സഹിക്കില്ല. അടുത്തൊരു പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫേക്ക് ചാമായിരിക്കും. ഫേക്ക് ചാം എന്ന് പറഞ്ഞാൽ ഇവർ പുറമെ വളരെ സ്വീറ്റ് ആയിരിക്കും, കാണുന്ന സമയത്ത് പൊളൈറ്റ് ആയിരിക്കാം, ദയ കാണിക്കും, കെയറിങ് ആയിരിക്കും, അതുപോലെ തമാശയൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷേ കാര്യത്തിനോട് എടുക്കുമ്പോൾ അവരുടെ സ്വന്തമായിട്ടുള്ള സ്വഭാവം വരും. നേരത്തെ പറഞ്ഞതുപോലെ കുറ്റപ്പെടുത്തുക, വേദനിപ്പിക്കുകയൊക്കെ അവരുടെ ഒരു സന്തോഷമാണ്. അത് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് മാനസികമായിട്ട് സന്തോഷം കിട്ടുന്നത്. ഏറ്റവും അവസാനമായിട്ട് എപ്പോഴും സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള ടോക്കായിരിക്കും. അതായത് ഇപ്പോൾ സംഭാഷണത്തിൽ മൊത്തം അവർ ചെയ്ത കാര്യങ്ങളായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്ത കാര്യങ്ങൾ, എനിക്ക്, എൻ്റെ എന്നുള്ള കാര്യമായിരിക്കും. അല്ലാതെ ഒരുമിച്ച് പോയ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. ഈ പറഞ്ഞ 10 ഒരു 7 ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഉള്ള ആൾ നാർസിസ്റ്റ് തന്നെയാണ്. ഉറപ്പായിട്ട് തിരിച്ചറിയണം. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പല ആളുകളും ഇത്തരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോൾ നമ്മുടെ ഇടയിലുണ്ട്.